ഭൂമിയോളം ക്ഷമിച്ചാലും മാനത്തോളം ദ്രോഹിക്കുന്ന വലിയ മനുഷ്യണ്ടല്ലോ ഇവിടെ. മൂപ്പരോടെ പോയി? നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് കണ്ടപ്പോ സ്ഥലം വിട്ടു. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് മീറ്റിംഗ്? ആ വർക്ക്ഷോപ്പിലുണ്ടാവും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അവിടെ. ആവണത്ര സൈഡ് തന്നാ ഞാൻ ഈ കേറി പൊക്കോട്ടെന്ന്. അപ്പൊ ഈ റോങ് സൈഡിൽ കയറി. റോങ് സൈഡ് കയറി വന്നാ പിന്നെ സുൽത്താൻ പേട്ടി സക്കീർ ഹുസൈൻ ചതി പഠിച്ചിട്ടില്ല, ചതിയോട്ട് പുറത്തിട്ടുമില്ല. എന്റെ കുരുത്തക്കെട്ടിന് കുറ്റിയടിച്ചിട്ട് എന്റെ കണ്ണു മുമ്പിൽ തന്നെ ഉണ്ടാവും ഞാൻ. നീ എന്റെ മെക്കിട്ട് ഇറങ്ങുന്ന ചക്കരെ നരകത്തിലേക്ക് ഒരു ടിക്കറ്റ് ആയിത്തായി ഞാൻ. കരുതി ജീവിച്ച എനക്ക് നല്ലത്. സൈനബ, അവിടെ കിടന്ന് മോങ്ങാൻ നിൽക്കാണ്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. പോലീസും പട്ടാളം എത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് തടി തപ്പുക, അത്ര തന്നെ. പുയ്യാപ്പിളെ, കാലക്കേടിന് വന്നതൊക്കെ വന്ന് പടച്ചോനെ ഓർത്ത് എല്ലാരും കൂടി ഇവിടുന്ന് ഇറങ്ങരുത്. അല്ലാതെ ഞാൻ ഇനി ഇവിടെ കെട്ടി കുത്തിരിക്കണം എന്നാണോ നിങ്ങൾ പറയണേ? നല്ല പേരല്ലേ വന്നിരിക്കണേ സുൽത്താൻ വീടിന്, നല്ല ഒന്നാന്തരം പേര്. പെണ്ണ് കേസിൽ പെട്ട് ഏതോ ഒരു ഒരുമ്പെട്ടവളുടെ കൂട്ടത്തില് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ മോനെ സുൽത്താനെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിന്റെ പുകിലും പേരും പെരുമയൊക്കെ ആയിരിക്കും സുൽത്താൻ വീടിന്. ഇതിന്റെ ഒക്കെ നടുവില് ഞാൻ എന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ഇവിടെ കുത്തിരുന്നാലേ എന്റെ മക്കള് തെണ്ടി പോവും. പെൺകുട്ടികളാ. എവിടെ നിങ്ങളുടെ പുന്നാരളിയൻ? ഇങ്ങോട്ട് എത്തിയില്ല. നല്ലൊരു മുന്തിയ തറവാട്ടിലേക്കല്ലേ എന്റെ മോൻ വന്ന് കേറാൻ നിന്നത്. എന്തൊക്കെയോ പറഞ്ഞു കേൾക്കണം. കേൾക്കേണ്ടതൊക്കെ കേട്ടു, അറിഞ്ഞു. നോക്കി നിൽക്കണ്ട, വളയും കെട്ട് ഊരിയെടുക്ക്. പടച്ചോനെ വിചാരിച്ച് അതങ്ങൾ ചെയ്യരുത്. എന്റെ മോള് ഇങ്ങടെ മോളല്ല, നിക്ക് വലുത് എന്റെ മോനാ. എന്റെ കുടുംബത്തിന്റെ അന്തസ്സാ. ആ വളയും കെട്ട് ഊരി വാങ്ങാൻ. എന്തേ? ഇത് അങ്ങോട്ട് കൊണ്ട് തരൂലല്ലോ, വാങ്ങാൻ വന്നതാ. എത്തണേലും മുമ്പ് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ.
ഏതായാലും നന്നായി. മജീദ്ക്ക, നിന്റെ പേര് ഇപ്പോഴും അത് തന്നെയാ. അതിനിടയ്ക്ക് അന്റെ പേരൊന്ന് മാറി, പെണ്ണുപിടിയ. മജീദ്ക്ക, എനിക്ക് ചിലത് പറയാനുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ പറഞ്ഞാ മതി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയട്ടെ. ആ വള പോയ പോക്ക് കണ്ടില്ലേ? ഈ അന്നെപ്പോലെ ഒരുത്തരുള്ള വീട്ടിൽ നിന്ന് ഈറ്റുകളൊന്നും കെട്ടിറങ്ങി പോകില്ല. എന്നാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. നിങ്ങൾ പോരുത്. കാല് ഞാൻ പിടിക്കാം. പോവരുത് മജീദ്ക്ക. ഇനി അത് നടക്കൂല സക്കീറെ. കുറച്ച് ദൂരത്താണെങ്കിലും 1100 റുപ്യ അച്ചാരം കൊടുത്ത് അന്നൊരു പൊരയും പറമ്പ് കബൂലാക്കി വെച്ചത് ഇപ്പൊ കാര്യായി. ഈറ്റങ്ങളെയും കൊണ്ട് കേറി കിടക്കാലോ. മഴ പെയ്യണേന് മുമ്പ് ഇറങ്ങിക്കോളി. നേരം വൈകിയ ബസ് പോവും, പിന്നെ കാറ് പിടിക്കണം. അതൊരു ചെലവാ. വാ. മതി മതി. വിളിക്കണ്ടേ? തീർന്നില്ലേ? തീർത്തില്ലേ? നട്ട് നനച്ചുണ്ടാക്കിയ കൈ കൊണ്ട് തന്നെ വെട്ടി മുറിച്ചില്ലേ നിന്റെ ജീവിതം? കുറച്ച് വിഷം കളിക്ക് തന്നേക്ക് ഞങ്ങൾക്ക്. അങ്ങനെ പറയലുമ്മ. വേണ്ട, പോയിക്കെന്റെ മുമ്പിൽ നിന്ന്. എനിക്കിനി ഇങ്ങനെ ഒരു മോനില്ല. ഹലോ. ആ നജീബ, ആ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഇപ്പൊ വിളിച്ചെന്നായി. എനിക്ക് എന്നോട് കാര്യം പറയണ്ടേ. കാര്യത്തിന് കൊള്ളാത്ത നിങ്ങൾ എന്ത് കാര്യം പറയാനാ? അല്ലടാ, ഞാൻ മിണ്ടി പോരുത്. ഏതോ ഒരു വൃത്തികെട്ട പെണ്ണിന് വേണ്ടിട്ട് കുടുംബം കൊളാക്കിയില്ല നിങ്ങള്. നേരത്തെ നിങ്ങൾക്ക് ഒരു പെണ്ണ് കെട്ടി പണ്ടാളിക്ക് കൂടായിരുന്നോ? ഹലോ ഹലോ ഹലോ. എടാ, ആ പെണ്ണ് ആരാറിയോ നിനക്ക്? എടാ, ഹലോ ഹലോ. കുഞ്ഞാക്ക, എന്തവിടെ? കുഞ്ഞാക്കാനെ കണ്ട് സമ്മതം ചോദിക്കാൻ ഉമ്മ പറഞ്ഞ്. നജീബിന്റെ കല്യാണം നിശ്ചയ നാളെ. നജീബിന്റെ? ദുബായിന്ന് വന്നിട്ട് ഒരാഴ്ചയായിന്ന്. ഇന്നലെ ഇത്താത്തയും അളിയനും വന്നിരുന്നു നിശ്ചയത്തിന് വിളിക്കാൻ. വന്നിട്ട് ഒരാഴ്ചയായിട്ടും ഓൻ എന്നൊന്നും ഒന്ന് കാണാൻ തോന്നില്ലല്ലോ. അതിന് മാത്രം എല്ലാരോടും ഞാൻ എന്തേ ചെയ്തത്? കുഞ്ഞാക്ക സമ്മതിച്ചാൽ മാത്രമേ പോകുള്ളൂ എന്ന് ഉമ്മ പറഞ്ഞു. ആരുടെ സന്തോഷത്തിലാ കുഞ്ഞാക്കാക്ക് സമ്മതമില്ലാത്തത്? പോണം, നടക്കണം. നജീബിന്റെ കല്യാണം നടക്കണം. 25-ാം തീയതി ഞായറാഴ്ച. എന്തേ ഇല്ലാത്ത ലീവ് ഉണ്ടാക്കി വന്നിരിക്കാ ഇവനെ? താമസിപ്പിക്കണ്ട. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കണ പോലെ. എന്നാ പിന്നെ അന്നത്തേക്ക് തന്നെ അങ്ങോട്ട് നിശ്ചയിക്കാം. ആയിക്കോട്ടെ.